ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നല്ലൊരു സേമിയ എഗ് നൂഡിൽസ് ആണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സേമിയ, ക്യാരറ്റ്, സവാള, പച്ചമുളക്, മുട്ട. അപ്പോൾ ആദ്യം നമുക്ക് സേമിയ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിനകത്ത് 1.5 ഗ്ലാസ് വെള്ളവും 1/4 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന സേമിയ നമുക്ക് ചേർത്ത് കൊടുക്കാം. സേമിയ പൊട്ടിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ സേമിയ ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ആ വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു 10 to 15 മിനിറ്റ്സ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ വെള്ളം നമ്മൾ കളയുന്ന സമയത്ത് കുറച്ച് പച്ചവെള്ളം കൂടെ ആഡ് ചെയ്ത് വേണം ഇതൊന്ന് വെള്ളം കളഞ്ഞെടുക്കാനായിട്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചിക്കിയെടുക്കണം. അതായത് നല്ലതുപോലെ ഒരുപാട് ചെറിയ പീസസ് ആവണ്ട, ചെറിയ ഒരു വലിയ പീസായിട്ട് തന്നെ ഇരിക്കുന്ന രീതിയിൽ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിലെടുക്കുക. അതേ സെയിം പാനിൽ തന്നെ നമുക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കിയ ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ സേമിയ വേവിച്ച സമയത്തും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, മുട്ട ഉണ്ടാക്കിയ സമയത്തും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ആ ഒരു ഉപ്പിൻ്റെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് വേണം ഇതിൽ നമുക്ക് ഉപ്പ് ചേർക്കേണ്ടത്. ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് പെട്ടെന്ന് തന്നെ വെന്ത് വരാനായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല ചൂട് വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റും സവാളയും പച്ചമുളകൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ അളവിൽ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കിയ ശേഷം നമുക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് ചേർക്കാം. ടൊമാറ്റോ സോസും ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കണം. നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്കിനി നമ്മൾ വെള്ളം കളഞ്ഞ് വെച്ചേക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം എല്ലായിടത്തും ഈ ഗ്രേവിയൊക്കെ നല്ലതുപോലെ ആയ ശേഷം ഇതിലേക്ക് ഇനി എടുത്ത് വെച്ചേക്കുന്ന മുട്ടയും ചേർത്ത് കൊടുക്കാം. മുട്ടയും ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നൂഡിൽസാണ് സേമിയ നൂഡിൽസ്. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവും. മസ്റ്റായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മുടെ സേമിയ എഗ് നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഗാർണിഷ് ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.